ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമായ വിറ്റമിനുകളെക്കുറിച്ചും അത് തൂക്കവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുമാണ് ഇന്നത്തെ വിഷയം. നമ്മൾ കുഞ്ഞിന് എത്ര നല്ല കൊഴുപ്പുള്ള ആഹാരങ്ങൾ, അതായത് നെയ്യ്, വെണ്ണ, നട്ട്സ് എന്തൊക്കെ നൽകിയാലും ഇത് ശരീരത്തിൽ പിടിക്കണമെങ്കിൽ ഈ വിറ്റമിനുകൾ ആവശ്യമാണ്. അവ കുറഞ്ഞാൽ ശരീരം ആഹാരത്തെ ആഗിരണം ചെയ്യാതെ മലത്തിലൂടെ പുറന്തള്ളും. ഒരു നേഴ്സ് എന്ന നിലയിൽ വിറ്റമിൻ കുറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, അത് എങ്ങനെ തൂക്കത്തെ ബാധിക്കുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിൽ വളരെ വിശദമായി സംസാരിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. എന്താണ് ഫാറ്റ് സോലുബിൾ വിറ്റമിനുകൾ? അമ്മമാരെ, നമ്മൾ കുഞ്ഞിന് നെയ്യും വെണ്ണയും ഒക്കെ കൊടുക്കുമ്പോൾ അത് ശരീരത്തിൽ ലയിച്ചു ചേരണമെങ്കിൽ ചില വിറ്റമിനുകൾ കൂടി ആവശ്യമാണ്. വിറ്റമിൻ എ, ഡി, ഇ, വിറ്റമിൻ കെ എന്നിവയാണ് നമ്മൾ ഫാറ്റ് സോലുബിൾ വിറ്റമിനുകൾ എന്ന് വിളിക്കുന്നത്. ഇവയുടെ കുറവുണ്ടായാൽ കുഞ്ഞിൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് നമ്മൾ നൽകുന്ന നല്ല കൊഴുപ്പിനെ ആഗിരണം ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ഫലമായി കുഞ്ഞ് എത്ര കഴിച്ചാലും ശരീരത്തിൽ പിടിക്കാതെ വരും. അതുകൊണ്ട് തൂക്കം കൂടാൻ വെറും കലോറി മാത്രം പോരാ, ഈ വിറ്റമിനുകൾ കൂടി അടങ്ങിയ ആഹാരം കുഞ്ഞിന് നൽകണം. വിറ്റമിൻ എ പേശികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. കുഞ്ഞിൻ്റെ കോശങ്ങളുടെയും പേശികളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വിറ്റമിൻ എ അത്യാവശ്യമാണ്. ഇതിൻ്റെ കുറവുണ്ടായാൽ കുഞ്ഞിൻ്റെ സ്വാഭാവിക വളർച്ച മുരടിക്കും. കുട്ടികൾക്ക് വിറ്റമിൻ എ ലഭിക്കാൻ ഏറ്റവും നല്ലത് ക്യാരറ്റ്, മത്തങ്ങ, ബീറ്റ്റൂട്ട് പോലുള്ള പച്ചക്കറികളാണ്. കൂടാതെ മുട്ടയുടെ മഞ്ഞയിലും പപ്പായയിലും ധാരാളം വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇത് കൃത്യമായി ഉള്ളിൽ ചെന്നാൽ മാത്രമേ കുഞ്ഞിൻ്റെ കൈകാലുകളിലെ മസിലുകൾക്ക് നല്ല വികാസമുണ്ടാകൂ. വിറ്റമിൻ ഡിയും കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിനും തമ്മിലുള്ള ബന്ധമാണ്. പല അമ്മമാരും വിറ്റമിൻ ഡി എല്ലുകളുടെ ആരോഗ്യത്തിന് മാത്രമാണ് എന്നാണ് കരുതുന്നത്. എന്നാൽ കുട്ടികളുടെ മെറ്റബോളിസത്തെയും ശരീരഭാരത്തെയും നിയന്ത്രിക്കുന്നതിൽ വിറ്റമിൻ D3ക്ക് വളരെ വലിയ പങ്കുണ്ട്. വിറ്റമിൻ ഡി കുറയുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും തളർച്ചയും വാശിയും വിശപ്പില്ലായ്മയും ഉണ്ടാകും. കുഞ്ഞിനെ ഇളം വെയിൽ കൊള്ളിക്കുന്ന വഴിയും പാൽ, മീൻ എന്നിവ നൽകുന്നത് വഴിയും വിറ്റമിൻ ഡി ശരീരത്തിൽ ഉറപ്പാക്കാം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിറ്റമിൻ D3 ഡ്രോപ്സ് നൽകുന്നതും തൂക്കം കൂടാൻ സഹായിക്കും. അടുത്തതായി വിറ്റമിൻ ഇ ആണ്. ഇത് കോശങ്ങളുടെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. കുട്ടികൾക്ക് നല്ല ഉന്മേഷവും ഓടാനും ചാടാനുമുള്ള ഊർജവും നൽകുന്നത് വിറ്റമിൻ ഇ ആണ്. ഇത് പേശികളിലെ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. കുട്ടികൾക്ക് വിറ്റമിൻ ഇ ലഭിക്കാൻ ഏറ്റവും നല്ലത് അണ്ടിപ്പരിപ്പ്, ബദാം, നിലക്കടല എന്നിവയാണ്. നട്ട്സ് പൗഡർ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ഇത് പേശികൾക്ക് നല്ല ബലം നൽകുകയും ആരോഗ്യത്തോടെ കുഞ്ഞ് തടി വയ്ക്കാനും സഹായിക്കുന്നു. അടുത്തതായി വിറ്റമിൻ കെ ആണ്. ഇത് ദഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ നൽകുന്ന ശരീരത്തിലെ പോഷകങ്ങൾ കുടൽ ശരിയായി വലിച്ചെടുക്കണമെങ്കിൽ വിറ്റമിൻ കെ അത്യാവശ്യമാണ്. പ്രധാനമായും ഇലക്കറികളിലാണ്, അതായത് ചീര, മുരിങ്ങയില എന്നിവയിലാണ് വിറ്റമിൻ കെ അടങ്ങിയിരിക്കുന്നത്. കുട്ടികൾക്ക് ഇലക്കറികൾ വേവിച്ച് ഉടച്ച് ചോറിൽ നൽകാൻ ശ്രദ്ധിക്കുക. ഇത് കുടലിലെ നല്ല ബാക്ടീരിയകളെ നിലനിർത്താനും ദഹനം സുഗമമാക്കാനും സഹായിക്കും. ദഹനം നന്നായാൽ തനിയെ കുഞ്ഞിന് വിശപ്പ് കൂടുകയും തൂക്കം വർദ്ധിക്കുകയും ചെയ്യും. അടുത്തതായി ഒമേഗ 3 ഫാറ്റി ആസിഡുകളും കോശങ്ങളുടെ വളർച്ചയും തമ്മിലുള്ള ബന്ധമാണ്. അമ്മമാരെ, തൂക്കം കൂടാൻ വെറും സാധാരണ കൊഴുപ്പ് മാത്രം പോരാ, ഹെൽത്തി ഫാറ്റ്സ് അതായത് ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ കുഞ്ഞിന് ലഭിക്കണം. ഇത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളുടെ വിഭജനത്തെയും വളർച്ചയെയും വേഗത്തിലാക്കും. ഒമേഗ 3 ധാരാളമായി അടങ്ങിയിരിക്കുന്നത് മത്തി, അയല പോലുള്ള ചെറിയ കടൽമീനുകളിലും വാൾനട്ട്, ഫ്ലാക്സീഡ് എന്നിവയിലുമാണ്. ഇവ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തോടൊപ്പം തന്നെ പേശികൾക്ക് നല്ല ബലവും ആരോഗ്യകരമായ ശരീരഭാരവും നൽകാൻ സഹായിക്കും. അടുത്തതായി ഡയറ്റിൽ സിങ്കിൻ്റെ പ്രാധാന്യമാണ്. പല കുട്ടികളും ആഹാരം കഴിക്കാൻ ഒട്ടും താല്പര്യം കാണിക്കാത്തതിൻ്റെ പ്രധാന കാരണം അവരുടെ ശരീരത്തിൽ സിങ്ക് എന്ന മിനറലിൻ്റെ കുറവായിരിക്കാം. സിങ്ക് കുറയുമ്പോൾ കുട്ടികളുടെ രുചി അറിയാനുള്ള ശേഷിയും വിശപ്പും കുറയും. കൂടാതെ ശരീരത്തിൽ പുതിയ കോശങ്ങൾ നിർമ്മിക്കപ്പെടാനും സിങ്ക് അത്യാവശ്യമാണ്. മുട്ട, ഇറച്ചി, മത്തങ്ങ കുരു, ചെറുപയർ എന്നിവയിലൂടെ കുഞ്ഞിന് സിങ്ക് ഉറപ്പാക്കാം.
ഇത് ഉള്ളിൽ ചെന്നാൽ കുഞ്ഞിന് നല്ല വിശപ്പ് വരികയും ആഹാരം കൂടുതൽ കഴിക്കാൻ തുടങ്ങുകയും ചെയ്യും. അടുത്തതായി കാൽഷ്യവും മഗ്നീഷ്യവും. ഇത് അസ്ഥികളുടെ ഭാരത്തിന് വേണ്ടിയാണ്. തൂക്കം കൂടുക എന്ന് പറയുമ്പോൾ പലരും പേശികളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. എന്നാൽ ശരീരഭാരത്തിൻ്റെ വലിയൊരു ഭാഗം വരുന്നത് അസ്ഥികളുടെ ഭാരത്തിൽ നിന്നാണ്, അതായത് ബോണിൻ്റെ വെയിറ്റിൽ നിന്നാണ്. കാൽഷ്യവും മഗ്നീഷ്യവും ഒരുമിച്ച് വേണം. പാലുൽപ്പന്നങ്ങൾ, റാഗി, ബദാം എന്നിവയിലാണ് കാൽഷ്യം കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. മഗ്നീഷ്യം ലഭിക്കാൻ പഴം, കശുവണ്ടി എന്നിവ നൽകാം. ഇവ കൃത്യമായി ലഭിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരം നല്ല ഉറപ്പുള്ളതാവുകയും തൂക്കം കൂടുകയും ചെയ്യും. അടുത്തതായി ഹൈഡ്രേഷൻ ആണ്. നമ്മൾ എത്ര വലിയ വില കൂടിയ പോഷകാഹാരം നൽകിയാലും കുഞ്ഞിൻ്റെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. വെള്ളമാണ് നമ്മൾ നൽകുന്ന വിറ്റമിനുകളെയും മിനറലുകളെയും രക്തത്തിലൂടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും എത്തിക്കുന്നത്. കുട്ടികൾ നന്നായി ഓടിക്കളിക്കുന്നത് കൊണ്ട് വിയർപ്പിലൂടെ ഒരുപാട് വെള്ളം നഷ്ടമാകും. നിർജ്ജലീകരണം ഉണ്ടായാൽ ദഹനവും മന്ദഗതിയിലാവും. കുഞ്ഞ് മെലിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ദിവസവും ആവശ്യത്തിന് വെള്ളം കുഞ്ഞിന് കിട്ടുന്നുണ്ടെന്ന് അമ്മമാർ ഉറപ്പാക്കണം. അടുത്തതായി വിറ്റമിൻ ബി കോംപ്ലക്സും മെറ്റബോളിസവും തമ്മിലുള്ള ബന്ധമാണ്. വിറ്റമിൻ ബി കോംപ്ലക്സ്, അതായത് വിറ്റമിൻ B12, B6 എന്നിവയാണ് നമ്മൾ നൽകുന്ന ആഹാരത്തെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഊർജവും പേശികളുമാക്കി മാറ്റി തീർക്കുന്നത്. ബി വിറ്റാമിനുകൾ കുറഞ്ഞാൽ കുഞ്ഞ് എന്ത് കഴിച്ചാലും അത് ശരീരത്തിൽ പിടിക്കാതെ വെറുതെ പുറന്തള്ളപ്പെടും. തവിട് കളയാത്ത അരി, മുട്ട, പാൽ, കരൾ എന്നിവയിലാണ് ഇത് കൂടുതൽ ഉള്ളത്. ഇത് ശരീരത്തിലെ മെറ്റബോളിസം കൃത്യമായി നിലനിർത്താനും കുട്ടികൾക്ക് നല്ല ഉന്മേഷത്തോടെ ഇരിക്കാനും സഹായിക്കും. അപ്പോൾ അമ്മമാരെ, ഇന്നത്തെ ഈ വിഷയത്തിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? കുഞ്ഞിന് വെറുതെ ചോറോ കഞ്ഞിയോ നൽകിയതുകൊണ്ട് മാത്രം തൂക്കം കൂടില്ല. ആഹാരം ശരീരത്തിൽ ശരിക്ക് പിടിക്കണമെങ്കിൽ ഒമേഗ 3, സിങ്ക്, കാൽഷ്യം, ബി വിറ്റാമിനുകൾ തുടങ്ങിയ മൈക്രോ ന്യൂട്രിയൻസുകൾ കൂടി അത്യാവശ്യമാണ്. ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, കൃത്യമായ അളവിലും ശരിയായ കോമ്പിനേഷനിലും ഭക്ഷണം നൽകിയാൽ കുഞ്ഞുങ്ങളുടെ തൂക്കക്കുറവ് നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. എൻ്റെ വെയിറ്റ് ഗെയിൻ വീഡിയോകൾക്ക് ഇതുവരെ നിങ്ങൾ നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.